ഹലോ നമസ്കാരം കൂട്ടുകാരെ. നമ്മളെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാണ്. വൈകുണ്ഠസ്വാമികളെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ. നോക്കാം. വൈകുണ്ഠസ്വാമികളുടെ ഉദ്ധരണികൾ: ഒன்றേ ജാതി, ഒன்றേ മതം, ഒன்றേ ദൈവം, ഒன்றേ ഉലകം, ഒன்றേ അരസ്, ഒன்றേ നീതി. ഒன்றേ ജാതി, ഒன்றേ മതം, ഒன்றേ ദൈവം, ഒன்றേ ഉലകം, ഒன்றേ അരസ്, ഒன்றേ നീതി എന്ന ഉദ്ധരണി ആരുടേതാണ്? വൈകുണ്ഠസ്വാമികൾ. ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന് എന്ന ഉദ്ധരണി വൈകുണ്ഠസ്വാമികളുടേതാണ്. അടുത്തത്, വൈകുണ്ഠസ്വാമികളെക്കുറിച്ച് അയ്യാവഴി എന്ന സിനിമ സംവിധാനം ചെയ്തത് നാഞ്ചിൽ PC അൻപഴകനാണ്. ആരാണ്? നാഞ്ചിൽ PC അൻപഴകനാണ് വൈകുണ്ഠസ്വാമികളെക്കുറിച്ചുള്ള അയ്യാവഴി എന്ന സിനിമ സംവിധാനം ചെയ്തത്. അടുത്തത് 2 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, നോക്കാം. രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി ആര്? രാജാധികാരത്തെ എതിർത്ത ആദ്യ വിപ്ലവകാരി വൈകുണ്ഠസ്വാമികൾ. 2020 UP അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. അടുത്തത്, ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. 2020 UP അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. അതോടെ നമ്മുടെ വൈകുണ്ഠസ്വാമികളെ കുറിച്ചുള്ള ഭാഗങ്ങൾ തീർന്നിരിക്കുകയാണ്. അടുത്തത് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് നോക്കാം. ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ ജനനം 1853 ഓഗസ്റ്റ് 25. 1853 ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. 1029 ചിങ്ങം 11 കൊല്ലവർഷമാണ് 1029. ജനനം ഏതാണ് വർഷം? 1853 ഓഗസ്റ്റ് 25. ജന്മസ്ഥലം കൊല്ലൂർ കണ്ണൻമൂല, തിരുവനന്തപുരം. ജന്മസ്ഥലം കൊല്ലൂർ കണ്ണൻമൂല, തിരുവനന്തപുരം. വീട്ടുപേര് ഉള്ളൂർക്കോട് വീട്. വീട്ടുപേര് ഉള്ളൂർക്കോട് വീട്. പിതാവ് വസുദേവ ശർമ്മ. മാതാവ് നങ്ങേമ. ബാല്യകാല നാമം കുഞ്ഞൻപിള്ള. യഥാർത്ഥ നാമം അയ്യപ്പൻ. മഹാസമാധിയായത് 1924 മെയ് 5. ഒന്നുകൂടെ നോക്കാം. ചട്ടമ്പി സ്വാമികളുടെ ജനനം 1853 ഓഗസ്റ്റ് 25. ജന്മസ്ഥലം കൊല്ലൂർ കണ്ണൻമൂല, തിരുവനന്തപുരം. വീട്ടുപേര് ഉള്ളൂർക്കോട് വീട്. പിതാവ് വസുദേവ ശർമ്മ. മാതാവ് നങ്ങേമ. ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള. യഥാർത്ഥ നാമം അയ്യപ്പൻ. ബാല്യകാലം എന്ന് പറയുന്നത് കുഞ്ഞായിരിക്കുന്ന കാലമാണ് അല്ലേ. ബാല്യകാലം കുഞ്ഞൻ പിള്ള. യഥാർത്ഥ നാമം അയ്യപ്പൻ. മഹാസമാധി 1924 മെയ് 5. ഓക്കെ, ഇത്രയും പോയിന്റ് ഓർത്തിരിക്കുക. അടുത്ത് നോക്കാം. തിരുവനന്തപുരത്തെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. തിരുവനന്തപുരത്തെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻ പിള്ള ആശാൻ. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരുവാണ് പേട്ടയിൽ രാമൻ പിള്ള ആശാൻ. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ഗുരു തൈക്കാട് അയ്യാ സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ഗുരു ആരാണ്? തൈക്കാട് അയ്യാ സ്വാമികൾ. സംസ്കൃതത്തിലും വേദോപനിഷത്തിലും യോഗവിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു സുബ്ബജടപാടികൾ. സംസ്കൃതത്തിലും വേദോപനിഷത്തുകളിലും യോഗവിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആരാണ്? സുബ്ബജടപാടികൾ. ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ച ഗുരുവാണ് സ്വാമിനാഥ ദേശികർ. ആരാണ്? സ്വാമിനാഥ ദേശികർ. എന്താണ് അഭ്യസിപ്പിച്ചത്? തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചത് സ്വാമിനാഥ ദേശികർ. ഓക്കെ, ഇതെങ്ങനെയാ കണക്ട് ചെയ്ത് വെക്കാം, മാറിപ്പോവരുത് അല്ലെ. സംസ്കൃതവും വേദോപനിഷത്തും യോഗവിദ്യ ആരാണ്? സുബ്ബജടപാടികൾ. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, വേദ പാഠശാലകളിലൊക്കെ എന്താ പറയാ, അവര് ബ്രാഹ്മൺസ് മുടിയൊക്കെ കെട്ടിയിട്ടിരിക്കുക. അപ്പൊ ജഡ അത് ഓർത്തിരിക്കുക. അടുത്തത് തമിഴ് വേദാന്ത ശാസ്ത്രം. നോക്കൂ, സ്വാമിനാഥ ദേശികർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇവിടുത്തെ കേരളീയസിന്റെ പേരല്ല അല്ലെ, അതൊരു തമിഴ് ടച്ച് ഉണ്ട്. അപ്പൊ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചത് ആരാണ്? സ്വാമിനാഥ ദേശികരാണ് എന്ന് ഓർത്തിരിക്കുക. ചട്ടമ്പി സ്വാമികൾ അഗ്രഗണ്യനായിരുന്ന ചികിത്സാ രീതിയാണ് സിദ്ധവൈദ്യം. ഏതാണ്? സിദ്ധവൈദ്യം. ചട്ടമ്പി സ്വാമികൾ അഗ്രഗണ്യനായിരുന്ന ചികിത്സാ രീതി ഏതാണ്? സിദ്ധവൈദ്യം.
ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് വടിവീശ്വരം. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരം. നോക്കൂ, ഇത് ഓർത്തിരിക്കാൻ കഴിയാത്ത ആളുകൾ എന്ത് ചെയ്യാം, ചട്ടമ്പിയാണ് അല്ലെ, അപ്പൊ കയ്യിൽ എന്തുണ്ടാവും, വടി ഉണ്ടാവും എന്ന് ഓർത്തിരിക്കുക, അപ്പൊ കിട്ടും. ഓക്കെ, ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരം. സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ മാഹാത്മ്യത്തെ പറ്റി വിവരിച്ചു കൊടുത്തത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ മഹാത്മ്യത്തെ പറ്റി വിവരിച്ചു കൊടുത്തത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറുമൊരു കൊതുകാണ്. ചട്ടമ്പി സ്വാമി ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരെ കുറിച്ചാണ്? സ്വാമി വിവേകാനന്ദനെ കുറിച്ച്. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണ്. ചട്ടമ്പി സ്വാമി ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരെ കുറിച്ചാണ്? സ്വാമി വിവേകാനന്ദൻ. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെ കുറിച്ചാണ് അഭിപ്രായപ്പെട്ടത്? ചട്ടമ്പി സ്വാമികളെ. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെ കുറിച്ചാണ് അഭിപ്രായപ്പെട്ടത്? ചട്ടമ്പി സ്വാമികളെ കുറിച്ച്. അടുത്തത്, ചട്ടമ്പി സ്വാമികൾ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ജാതി മത വർഗ വിവേചനത്തിനെതിരായി മനുഷ്യ സമൂഹത്തിന്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് ആര്? ചട്ടമ്പി സ്വാമികൾ. ജാതി മത വർഗ വിവേചനത്തിന് അതീതമായി മനുഷ്യ സമൂഹത്തിന്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് ആര്? ചട്ടമ്പി സ്വാമികൾ. തിരുവനന്തപുരത്ത് കല്ലുവീട്ടിൽ വെച്ച് പട്ടിസദ്യ നടത്തിയ നവോത്ഥാന നായകനാണ്. അപ്പൊ പട്ടിസദ്യ നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകൻ. എന്താണ് പറഞ്ഞത്? വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകനാണ് ആര്? ചട്ടമ്പി സ്വാമികൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, PYQ ആണ്. അടുത്തത്, തിരുവിതാംകൂർ ദേവസ്വം വകുപ്പിന്റെ ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചുകൊണ്ട് മഹാറാണി സേതുലക്ഷ്മിബായി വിളംബരം പുറപ്പെടുവിച്ചത് ആരുടെ പ്രവർത്തന ഫലമായാണ് എന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികളുടെ പ്രവർത്തന ഫലമായാണ്. മൃഗബലി നിരോധിച്ചത് ആരാണ്? സേതുലക്ഷ്മിബായാണ്. മഹാറാണി സേതുലക്ഷ്മിബായാണ് മൃഗബലി നിരോധിച്ചത്. ആരുടെ പ്രേരണാർത്ഥമാണ്? ചട്ടമ്പി സ്വാമികളുടെ പ്രേരണാർത്ഥമാണ്. ഓക്കെ, അടുത്ത പോയിന്റ്, അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. അയിത്തം അറബിക്കടലിൽ തള്ളണമെന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഓർത്തിരിക്കുക, 2 കോട്സ് ഓർത്തിരിക്കുക. 1, വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകും. 2, അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ് ആര്? ചട്ടമ്പി സ്വാമികൾ. അടുത്തത്, അധസ്ഥിതർക്ക് ക്ഷേത്ര പ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ച നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അധസ്ഥിതർക്ക് ക്ഷേത്ര പ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ച നവോത്ഥാന നായകൻ. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകൻ. അധസ്ഥിതർക്കൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് ആര്? ചട്ടമ്പി സ്വാമികൾ. സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്ത നവോത്ഥാന നായകൻ. സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്ത നവോത്ഥാന നായകനാണ് ആര്? ചട്ടമ്പി സ്വാമികൾ. ഉപനിഷത്തുകളിലും വേദങ്ങളിലും ആഴത്തിലുള്ള അറിവുണ്ടായിരുന്ന നവോത്ഥാന നായകൻ. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗങ്ങളുമായി യോജിച്ച് പ്രവർത്തിച്ച നവോത്ഥാന നായകൻ. നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമിയുടെ പേരിൽ പുതുതായി ക്ഷേത്രം നിലവിൽ വന്നത് എവിടെയാണ്? കണ്ണൻമൂല, തിരുവനന്തപുരത്താണ് പുതുതായിട്ട് ചട്ടമ്പി സ്വാമികളുടെ പേരിൽ ഒരു ക്ഷേത്രം നിലവിൽ വന്നത്. എവിടെയാണ്? കണ്ണൻമൂല. അദ്ദേഹം ജനിച്ച സ്ഥലത്ത് തന്നെയാണ്, തിരുവനന്തപുരം. അനുകമ്പയാൽ മധുരത്താൽ നിറഞ്ഞതാവണം, അനുകമ്പയായ മധുരത്താൽ നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ് എന്ന് ആഹ്വാനം ചെയ്തു. അനുകമ്പയായ മധുരത്താൽ നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ് എന്ന് ആഹ്വാനം ചെയ്തതാരാണ്? ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ നമ്മൾ ഇന്ന് 3 കോട്സ് അദ്ദേഹത്തിന്റെ പഠിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ, അയിത്തം അറബിക്കടലിൽ തള്ളണം, അനുകമ്പയായ മധുരത്താൽ നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ് എന്നീ കോട്സ് ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. അടുത്തത്, ചട്ടമ്പി സ്വാമികളെ കുറിച്ചുള്ള കുറച്ച് വിശേഷണങ്ങളാണ് നോക്കാം. സർവവിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. സർവവിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയത് എട്ടര യോഗമാണ്. ആരാണ്? എട്ടര യോഗമാണ് ചട്ടമ്പി സ്വാമികൾക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയത്. ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിശേഷിച്ച അല്ലെങ്കിൽ വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാടയ്യ.
ഷൺമുഖദാസൻ എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? തൈക്കാട് അയ്യയാണ് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത്. അടുത്തത് ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട നവോത്ഥാന നായകരാണ് ചട്ടമ്പിസ്വാമികൾ. ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമികളാണ്. കാക്ഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെട്ടത് ചട്ടമ്പിസ്വാമികളാണ്. കാക്ഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെട്ടത് ആരാണ്? ചട്ടമ്പിസ്വാമികളാണ്. കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ചട്ടമ്പിസ്വാമികൾ. കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പിസ്വാമികളാണ്. ചട്ടമ്പിസ്വാമികളെ സദ്ഗുരു, പരിപൂർണ കലാനിധി, സർവജ്ഞനായ ഋഷി എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ഓർത്തിരിക്കുക, ചട്ടമ്പിസ്വാമികളെ സദ്ഗുരു, എന്താണ്? സദ്ഗുരു, പരിപൂർണ കലാനിധി, പരിപൂർണ കലാനിധി, സർവജ്ഞനായ ഋഷി എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഒന്നുകൂടെ നോക്കാം. സദ്ഗുരു, പരിപൂർണ കലാനിധി, സർവജ്ഞനായ ഋഷി എന്നിങ്ങനെ ചട്ടമ്പിസ്വാമികളെ വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ സാമൂഹിക ആചാരങ്ങളെയും എതിർത്ത നവോത്ഥാന നായകൻ. ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ സാമൂഹിക ആചാരങ്ങളെയും എതിർത്ത നവോത്ഥാന നായകൻ. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വലിയ സംഭാവനകൾ നൽകിയ നവോത്ഥാന നായകൻ. വേദങ്ങളിൽ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന കുത്തകാധിപത്യത്തെ വെല്ലുവിളിച്ച നവോത്ഥാന നായകൻ. വേദങ്ങളിൽ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന കറുത്ത കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയ നവോത്ഥാന നായകൻ. ചട്ടമ്പിസ്വാമികളുടെ മറ്റു പ്രധാന ശിഷ്യന്മാർ ആരെല്ലാമാണെന്ന് നോക്കാം. സ്വാമി നീലകണ്ഠ തീർത്ഥപാദർ, സ്വാമി നീലകണ്ഠ തീർത്ഥപാദർ, തീർത്ഥപാദ പരമഹംസർ, ശ്രീ രാമാനന്ദ തീർത്ഥപാദർ, ശ്രീ രാമാനന്ദ തീർത്ഥപാദർ, പെരുന്നേലി കൃഷ്ണൻ വൈദ്യർ, വെളുത്തേരി കേശവൻ വൈദ്യർ, കുമ്പളത്തു ശങ്കുപിള്ള എന്നിവർ ചട്ടമ്പിസ്വാമികളുടെ പ്രധാന ശിഷ്യന്മാരാണ്. ഒന്നുകൂടെ നോക്കാം. സ്വാമി നീലകണ്ഠ തീർത്ഥപാദർ, തീർത്ഥപാദ പരമഹംസർ, ശ്രീ രാമാനന്ദ തീർത്ഥപാദർ, പെരുന്നേലി കൃഷ്ണൻ വൈദ്യർ, വെളുത്തേരി കേശവൻ വൈദ്യർ, കുമ്പളത്ത് ശങ്കുപിള്ള എന്നിവർ ചട്ടമ്പിസ്വാമികളുടെ ശിഷ്യന്മാരായിരുന്നു. അടുത്തത് ചട്ടമ്പിസ്വാമികളുടെ പ്രധാന ശിഷ്യൻ ബോധേശ്വരനാണ്. ചട്ടമ്പിസ്വാമികളുടെ പ്രധാന ശിഷ്യൻ ആരാണ്? ബോധേശ്വരൻ. ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്ന കേരള ഗാനത്തിന്റെ കർത്താവാണ് ബോധേശ്വരൻ. ജയ ജയ കോമള കേരള ധരണി എന്ന് തുടങ്ങുന്ന കേരള ഗാനത്തിന്റെ കർത്താവാണ് ബോധേശ്വരൻ. ചട്ടമ്പിസ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മന, കൊല്ലം. ചട്ടമ്പിസ്വാമി സ്മാരകം എവിടെയാണ്? പന്മന, കൊല്ലം. പന്മന ആശ്രമം നിർമ്മിച്ച ചട്ടമ്പിസ്വാമികളുടെ ശിഷ്യനാണ് കുമ്പളത്ത് ശങ്കുപിള്ള. പന്മന ആശ്രമം നിർമ്മിച്ച ചട്ടമ്പിസ്വാമികളുടെ ശിഷ്യനാണ് കുമ്പളത്ത് ശങ്കുപിള്ള. ചട്ടമ്പിസ്വാമികളുടെ സമാധി സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ചേർന്ന് സ്ഥാപിച്ച ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം. ഏതാണ്? ബാലഭട്ടാരക ക്ഷേത്രം. ചട്ടമ്പിസ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ഇരിങ്ങാലക്കുടയിൽ നിന്നും ആരംഭിച്ച മാസികയാണ് സദ്ഗുരു. ചട്ടമ്പിസ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ഇരിങ്ങാലക്കുടയിൽ നിന്നും ആരംഭിച്ച മാസികയാണ് സദ്ഗുരു. 1921. സദ്ഗുരു മാസികയുടെ സ്ഥാപകൻ തച്ചുടയ കൈമാൾ. ആരാണ്? തച്ചുടയ കൈമാൾ നീലകണ്ഠ തീർത്ഥപാദർ. രക്ഷാധികാരിയാണ് നീലകണ്ഠ തീർത്ഥപാദർ. സദ്ഗുരു മാസികയുടെ സ്ഥാപകരാരെല്ലാമാണ്? തച്ചുടയ കൈമൾ, നീലകണ്ഠ തീർത്ഥപാദർ. ചട്ടമ്പിസ്വാമികളോടുള്ള ആദര സൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2014 ഏപ്രിൽ 30-നാണ്. ചട്ടമ്പിസ്വാമികളോടുള്ള ആദര സൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2014 ഏപ്രിൽ 30. കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി പ്രഖ്യാപിച്ച ദിനമാണ് ഓഗസ്റ്റ് 25. കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി പ്രഖ്യാപിച്ച ദിനമാണ് ഓഗസ്റ്റ് 25. ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനമാണ് ഓഗസ്റ്റ് 25. ചട്ടമ്പിസ്വാമികളുടെ ജീവിതത്തെ ആസ്പദമാക്കി മഹാമുനി എന്ന നോവൽ രചിച്ചത് കൈതയ്ക്കൽ സോമക്കുറുപ്പാണ്. ആരാണ്? കൈതയ്ക്കൽ സോമക്കുറുപ്പാണ് ചട്ടമ്പിസ്വാമികളുടെ ജീവിതത്തെ ആസ്പദമാക്കി മഹാമുനി എന്ന നോവൽ രചിച്ചത്. അടുത്തത് ചട്ടമ്പിസ്വാമികളുടെ സമാധിയിൽ
സമാധിയിൽ അനുശോചിച്ച് പണ്ഡിറ്റ് KP കറുപ്പൻ രചിച്ച കവിതയാണ് സമാധി സപ്താഹം. ചട്ടമ്പി സ്വാമികളുടെ സമാധിയിൽ അനുശോചിച്ച് പണ്ഡിറ്റ് KP കറുപ്പൻ രചിച്ച കവിതയാണ് സമാധി സപ്താഹം. ചട്ടമ്പി സ്വാമികളുടെ മഹാസമാധി ശതാബ്ദി ആചരണം അറിയപ്പെടുന്നത് മഹാഗുരു വർഷം എന്നാണ്. മഹാഗുരു വർഷം 2024. ചട്ടമ്പി സ്വാമികളുടെ മഹാസമാധി ശതാബ്ദി ആചരണം അറിയപ്പെടുന്നത് മഹാഗുരു വർഷം 2024. ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദനെ കണ്ടുമുട്ടിയത് 1892 ഇവിടെ വെച്ച് എറണാകുളത്ത് വെച്ച്. ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദനെ കണ്ടുമുട്ടിയത് 1892 എറണാകുളത്ത് വെച്ച്. അദ്ദേഹം നമ്മുടെ വിവേകാനന്ദൻ 1893 എങ്ങോട്ട് ചെന്ന് പ്രസംഗിച്ചത്? ചിക്കാഗോ പ്രസംഗം ഓർമ്മയുണ്ടോ? 1893. ഓക്കെ, അങ്ങോട്ട് പോകുന്നതിന് തൊട്ട് മുൻപിലെ വർഷമാണ് ചട്ടമ്പി സ്വാമികളുമായി കണ്ടുമുട്ടിയത് എന്നും കൂടെ ഓർത്തിരിക്കുക. ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും എന്ന കൃതി രചിച്ചത് മഹേശ്വരൻ നായരാണ്. മഹേശ്വരൻ നായരാണ്. ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും എന്ന കൃതി രചിച്ചത് മഹേശ്വരൻ നായർ. ചട്ടമ്പി സ്വാമികൾ ജീവിതവും ദർശനവും എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ടോണി മാത്യു ആണ്. അപ്പൊ ഈ 2 കൃതികളും അതിന്റെ രചയിതാക്കളും പഠിച്ചു വെച്ചിരിക്കുക. ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും, മഹേശ്വരൻ നായർ. ചട്ടമ്പി സ്വാമികൾ ജീവിതവും ദർശനവും എന്ന കൃതിയുടെ രചയിതാവ് ടോണി മാത്യു. നോക്കാം ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ. അദ്വൈത ചിന്താ പദ്ധതി, കേരളത്തിലെ ദേശനാമങ്ങൾ, ആദിഭാഷ, അദ്വൈതവരം, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, പുനർജന്മ നിരൂപണം, വേദാധികാര നിരൂപണം, വേദാന്തസാരം, പ്രാചീന മലയാളം, അദ്വൈത പഞ്ചരം, സർവമത സാമരസ്യം, പരമഭട്ടാര ദർശനം, ബ്രഹ്മത്വ നിർഭാസം, ശ്രീചക്ര പൂജാകൽപ്പം, ക്രിസ്തുമത നിരൂപണം, തമിഴകം, സ്തവരത്നാഹാരാവലി, പരമശിവസ്തവം, മനോനാശം, തർക്കരഹസ്യരത്നം, ദ്രാവിഡ മാഹാത്മ്യം, ഭാഷാപത്മപുരാണം, പ്രണവവും സാങ്ക്യദർശനവും, ശരീരതത്വ സംഗ്രഹം, പിള്ള താലോലിപ്പ്. ഇത്രയും കൃതികൾ ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. പ്രധാനപ്പെട്ട കൃതികൾ പഠിച്ചു വെച്ചിരിക്കാം. അദ്വൈത ചിന്താ പദ്ധതി, ആദിഭാഷ, അദ്വൈതവരം, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, വേദാധികാര നിരൂപണം, വേദാന്തസാരം, പ്രാചീന മലയാളം, അദ്വൈത പഞ്ചരം, സർവമത സാമരസ്യം, ക്രിസ്തുമത നിരൂപണം, ദ്രാവിഡ മഹാത്മ്യം എന്നീ കൃതികൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളാണ്. ഓക്കെ, പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെയാണ് ഇത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത പോയിന്റ്സ് നോക്കാം. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത കൃതിയാണ് പ്രാചീന മലയാളം. പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ പൊളിച്ചടുക്കിയ കൃതിയാണ് ഇത് പ്രാചീന മലയാളം. പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദിമ സമൂഹത്തിന്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ച പുസ്തകമാണ് പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമികൾ പരിഭാഷപ്പെടുത്തിയ സുന്ദര സ്വാമികളുടെ തമിഴ് കൃതിയാണ് നിജാനന്ദ വിലാസം. ചട്ടമ്പി സ്വാമികൾ പരിഭാഷപ്പെടുത്തിയ സുന്ദര സ്വാമികളുടെ തമിഴ് കൃതിയാണ് നിജാനന്ദ വിലാസം. ശുദ്ധാദ്വൈത ഭാവന എന്ന പേരിൽ ആണ് ഈ കൃതി അറിയപ്പെട്ടത്. അടുത്തത്, മനുഷ്യ സമുദായത്തിന്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ആദിഭാഷ. മനുഷ്യ സമുദായത്തിന്റെ ആദ്യ ഭാഷ എന്ന് പറയുന്നത് തമിഴാണ് എന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ആദിഭാഷ. അവർണർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. അവർണർക്കും വേദം പഠിക്കാം എന്നു സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. ക്രിസ്തുമത സഭകളുടെ പ്രവർത്തനങ്ങളെയും മതം മാറ്റത്തെയും എതിർത്ത കൃതിയാണ് ക്രിസ്തുമത നിരൂപണം.
ക്രിസ്തുമത സഭകളുടെ പ്രവർത്തനങ്ങളെയും മതം മാറ്റത്തെയും എതിർത്ത കൃതിയാണ് ക്രിസ്തുമത നിരൂപണം. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ആറാട്ടു ദിവസം പ്രസിദ്ധീകരിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ക്രിസ്തുമത നിരൂപണം. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ആറാട്ടു ദിവസം പ്രസിദ്ധീകരിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ക്രിസ്തുമത നിരൂപണം. ക്രിസ്തുമത നിരൂപണത്തിന്റെ 2 ഭാഗങ്ങളാണ് ക്രിസ്തുമത സാരം, ക്രിസ്തുമത ചേതനം. ക്രിസ്തുമത സാരം, ക്രിസ്തുമത ചേതനം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമി രചിച്ച കൃതി ഏതാണ്? മോക്ഷപ്രദീപ ഖണ്ഡനം. അഗസ്ത്യർ എന്ന തൂലികാനാമത്തിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയാണ് തമിഴകം. അഗസ്ത്യർ എന്ന തൂലികാനാമത്തിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയാണ് തമിഴകം. അടുത്തത് 2020 UP അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. കുഞ്ഞൻപിള്ള എന്ന യഥാർത്ഥ നാമധേയമുള്ള കേരളത്തിലെ നവോത്ഥാന ചിന്തകരിൽ പ്രധാനിയായിരുന്ന വ്യക്തിയാണ്. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്ന നവോത്ഥാന നായകനെ കുറിച്ചുള്ള പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഓക്കെ, അടുത്ത ഒരു നവോത്ഥാന നായകനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. താങ്ക്